ക്യുങ്ടേക്കും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സാറാണ്. ഇപ്പോഴാകട്ടെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയൊക്കെയാണ്. പക്ഷെ അതിന് മറ്റൊരു സൈഡിലായിട്ട് ഹൈജിയും ഇരിക്കുന്നു. അവളാകട്ടെ ഹോഞ്ചുന്റെ കുറെ അധികം മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ഹോഞ്ചു കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോണൊന്നും എടുക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി കുട്ടികൾ തന്നെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, ബോയ്സ് ആകട്ടെ ഗേൾസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിംസ് ഒക്കെ ആയിരുന്നു നേരത്തെ ക്യുങ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ബോയ്സിന് ഇങ്ങനെ ഗേൾസിനെ പ്രൊട്ടക്ട് ചെയ്ത് കളിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ഇങ്ങനെയൊന്നും കളിക്കുകയില്ല എന്നൊക്കെ കുട്ടികൾ പറയുമ്പോഴത്തേക്കും അവനും അതൊക്കെ തന്നെ സമ്മതിച്ചു കൊടുത്ത് പോവുകയാണ്. അതേസമയം കുട്ടികളാകട്ടെ എല്ലാവരും ഇവനെ സൂപ്പർമാൻ എന്ന് വിളിക്കുന്നതിന് കാരണം തന്നെ അവനും എപ്പോഴും ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലാണ് ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈജിയും ക്യുങ്ടെക്കിന്റെ അടുത്തൊരു കാര്യമൊക്കെ ചോദിക്കുകയാണ്. നിന്റെ ഫസ്റ്റ് ലവിന് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം എന്നാണ് ഹൈജി ചോദിക്കുന്നതും. അതിന് മറുപടിയായിട്ട് അവനും ഒന്നുമില്ലെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെങ്കിലും ഒരു ലവ് ഒക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. പിന്നെ എന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ലവിന് ഇപ്പോൾ 60 വയസ്സൊക്കെ ആവാറായിട്ടുണ്ട്. അവരും വളരെ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഇരിക്കുകയാണ്. പക്ഷെ അവന്റെ ഒരു ലവ് സ്റ്റോറിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹൈജിക്കും ഒരുപാട് ചിരിയൊക്കെ വരുന്നു. പിന്നെ നേരത്തെയും ഒരു സ്റ്റാഫ് ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യമൊക്കെ ക്യുങ്ടെക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹൈജി പറഞ്ഞത് കൊണ്ട് തന്നെ ആ ബ്ലൈൻഡ് ഡേറ്റിന് താല്പര്യമില്ല എന്നൊക്കെ സ്റ്റാഫിന്റെ അടുത്തും ക്യുങ്ടെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹോഞ്ചിന്റെ കാര്യമൊന്നും നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ ഞാൻ തന്നെ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫിനെ കാണുവാനായിട്ട് പോകുകയാണ് അവളും. ഹോയിങ് തിരിച്ചു പോകുന്ന സമയത്താണ് സാങ്പില്ലിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. മുമ്പാകട്ടെ സാങ്പില്ലിനോട് ഒരു വാക്ക് പോലും പറയാതെ ആയിരുന്നു അവനും പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതേ കാര്യം ആവർത്തിക്കാതെ ഇരിക്കുവാനായിട്ട് സാങ്പില്ലിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പഴയതുപോലെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഹോയിങ്ങും ഓർക്കുന്നു. പിന്നീട് വീണ്ടും 10 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ജൂൺഹോനെ കാണുവാനായിട്ടായിരുന്നു അവളും എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ജൂൺഹോ അവൾക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സ് ഒക്കെ അവളും അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജറിനെയൊക്കെ കാണിക്കുകയാണ്. പക്ഷേ അവൻ ഇപ്പോൾ ഇവിടെ അല്ല ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പറയുവാനായിട്ട് സോൾജറും വിസമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ ഹോഞ്ചു ഇതിനു മുമ്പ് ജുൺഹോയ്ക്ക് പല കത്തുകളും എഴുതിയിട്ടുണ്ട് എന്നും ഈ ഒരു അഡ്രസ്സിൽ നിന്നുമായിരുന്നു കത്തുകളൊക്കെ തനിക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നുമൊക്കെ അവളും പറയുന്നുണ്ട്. ഇപ്പോഴും ഹോഞ്ചിന്റെ ഒപ്പമാണ് ഹോയിങ് ഉള്ളത്. മാത്രമല്ല അവൻ അമ്മയുടെയും അങ്കിളിന്റെയും ഒരുപാട് കോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ എടുക്കാതെ അവൻ ഇരിക്കുകയായിരുന്നു. നേരത്തെ ഹോഞ്ചിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് വന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ഹോഞ്ചിന്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ അവൻ പറയുമ്പോഴാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്നാണ് അവളും ചോദിക്കുന്നത്. അവള് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഫുഡിന് ഭയങ്കര എരിവാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് കരയൊക്കെയാണ്. യഥാർത്ഥത്തിൽ ജൂൺഹോനെ കാണുവാനായിട്ട് സാധിക്കാത്തതിന്റെ വിഷമത്തിലൊക്കെയാണ് അവൾ കരയുന്നതെങ്കിൽ പോലും അവൾക്കും അത് തുറന്നു പറയുവാൻ മടി ആയതുകൊണ്ട് തന്നെ എരിവാണെന്നൊക്കെ കള്ളം പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. നീ എന്തായാലും പൊക്കോ, ഞാനൊന്നും നിന്റെ കൂടെ വരുന്നില്ല. ഞാൻ എന്റെ ചൂടുഹോനെ കണ്ട് എന്റെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിനൊക്കെ വല്ലാതെ വേദന എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ ഇതൊക്കെ തുറന്നു പറയാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളും കരയുന്നത്. ഈ ടീനേജ് പ്രായത്തിൽ നീയും ഒരു സോൾജറിനെ പ്രണയിച്ചു എന്ന കാരണമൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹോയിങ് പറയുമ്പോഴാകട്ടെ അവൾക്കും ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന സ്പൂൺ വെച്ച് അവന്റെ തലക്കിട്ടയ്ക്ക് ഒരു കൊട്ടു കൊടുക്കുകയാണ്. നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? അവനാകട്ടെ നിനക്ക് അഡ്രസ് ഒക്കെ തെറ്റിച്ചായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം തന്നെ നിന്നെ അവന് ഇഷ്ടമില്ല എന്നതാണ്. അത് മനസ്സിലാക്കാതെ അവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകുന്നത് വിട്ടിത്തരാണ്. അല്ലെങ്കിൽ തന്നെ അവനെ കാണുകയായിരുന്നെങ്കിലും അവൻ നിന്നെ റിജക്റ്റ് ഒക്കെ ചെയ്തേനെന്നും കൂടി ഹോയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് ആകെ വിഷമം വന്ന് അവൾ കരയുന്നു. അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയും അവളെ സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ അവന്റെ അടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നിനക്ക് എന്താ വേണ്ട, ഐസ്ക്രീം വേണോ ചോക്ലേറ്റ് വേണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും അതിനൊന്നും തന്നെ മറുപടി പറയാതെ കരയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു നൂഡിൽസ് ഒക്കെ നീ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ആ ഒരു മിലിറ്ററി ക്യാമ്പിലൊക്കെ പോയി അന്വേഷിക്കാം എന്നൊക്കെ അവനും പറയുന്നു. അപ്പോഴാണ് അവൾക്കും ഒരു സമാധാനമൊക്കെ ആകുന്നത്. അങ്ങനെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഹോയങ്ങും അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററിക്കാരന്റെ അടുത്ത് കത്തുകളൊക്കെ കാണിച്ചിട്ട് ഇവളാകട്ടെ ഈ അഡ്രസ്സിലേക്കായിരുന്നു കത്തുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നും അവൾക്ക് അതിനുള്ള റിപ്ലൈയും കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ അന്വേഷിക്കുന്ന ആൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അവനും ചോദിക്കുന്നൊക്കെ ഉണ്ട്. അതിന് മറുപടി ആയിട്ട് നേരത്തെ അവർ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴവർ അവിടെ ഇല്ല, മറ്റൊരു സ്ഥലത്തേക്കൊക്കെ അവർ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇതൊരു മിലിറ്ററി സീക്രട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അവരെവിടേക്കാണ് പോയതെന്ന കാര്യം ഒന്നും തന്നെ തുറന്നു പറയാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ ആൾ നിൽക്കുന്നു.
ഹോയിങ് വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സോൾജിയറും അകലെ കാണുന്ന മലമുകളിലേക്കാണ് അവർ പോയിട്ടുള്ളത്. 6 മാസത്തേക്ക് അവരവിടെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെയും അവിടേക്ക് കടത്തിവിടുകയില്ല എന്നൊക്കെ സോൾജിയറും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് കൂടുതൽ സങ്കടമൊക്കെ ആകുകയാണ്. അങ്ങനെ അവർ തിരിച്ചു നടന്നു വരുന്ന സമയത്ത് വേഗം വാ ബസ്സൊക്കെ പോകുമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ വളരെ സ്ലോ ആയിട്ടൊക്കെ ആയിരുന്നു നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വേറുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ കാണുവാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവൻ ആ ഒരു കാര്യമൊക്കെ അവൾക്ക് കത്തയച്ച് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവനും നടന്നൊക്കെ വരുന്നത്. ഈ ഒരു സമയത്ത് അതുവഴി ഇവർക്ക് പോകേണ്ട ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും രണ്ടുപേരും ഒരുപോലെ ഓടുന്നു. പക്ഷെ അവൾ മാത്രം വഴിയിലൊന്ന് വീണ് പോകുമ്പോഴത്തേക്കും അവനും അവളുടെ അടുത്തേക്കൊക്കെ ചെന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഈ ഒരു നേരം കൊണ്ട് തന്നെ ആ ഒരു ബസ്സൊക്കെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്നും പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ആ ഒരു ബസ്സൊക്കെ മിസ്സാവുകയാണ്. ലാസ്റ്റ് ബസ്സും പോയ സ്ഥിതിക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് താമസിക്കുവാനായിട്ടുള്ള സൗകര്യമൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് ഹോയിങ് നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു സീനും അവിടെ വെച്ച് കട്ടാവുന്നു. ഹോഞ്ചുവിനെ കോൾ ചെയ്യുവാനായിട്ടൊക്കെ ഹോയിങ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഹൈജയുടെ അടുത്ത് നിന്നും അവനും ഒരു കോളൊക്കെ വരുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോഞ്ചുവിന് ഒരു കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് ഈ ഒരു വിവരമൊക്കെ ഹൈജി അറിഞ്ഞിട്ടുള്ളത്. ഹൈജിക്ക് ഇപ്പോൾ തന്നെ അവിടെ നിന്നും പുറപ്പെടുകയാണെങ്കിൽ പോലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്തുന്നതിന് മുമ്പായിട്ട് നിനക്ക് അവിടെ എത്തുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഹൈജി ചോദിക്കുമ്പോൾ തന്നെ അവനും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്ന ഹൂയിങ്ങും ലഗേജ് പോലും എടുക്കാതെയൊക്കെ ആയിരുന്നു അകത്തേക്കൊക്കെ ഓടിച്ചെന്നിട്ടുണ്ടായിരുന്നത്. അവനും പരിക്കൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹോങ്ചുനെയൊക്കെ കാണുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നേഴ്സും നിങ്ങൾ അവളുടെ ഗാർഡിയൻ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും അതേ എന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നു. അടുത്തതായിട്ട് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുകയാണ്. ഇതൊന്നെങ്കിൽ ഹോഞ്ചുവിന്റെ അമ്മയോ അല്ലെങ്കിൽ ഹോഞ്ചുവിന്റെ ഏതെങ്കിലും ബന്ധുവോ ആണ്. അതായത് ഹോഞ്ചുവിനെ ഒന്നെങ്കിൽ ഓർഫനേജിലേക്കോ അല്ലെങ്കിൽ ഹോഞ്ചുവിന്റെ അച്ഛന്റെ ഫാമിലിയിലേക്കോ അയക്കാമെന്നൊക്കെയാണ് അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് മക്കളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹോൻചുനെ അവർ അക്സെപ്റ്റ് ചെയ്തതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു സ്ത്രീ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഹോൻചുനെ വേണ്ട എന്നൊക്കെയാണ് അവർ തീരുമാനിച്ചിട്ടൊക്കെ ഉള്ളത്. ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ കുട്ടിയായിരിക്കുന്ന ഹോൻചു മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു വിഷമം ഒന്നും തന്നെ മനസ്സിൽ വെക്കാതെ അവളും പുറമേക്ക് പുഞ്ചിരിക്കുവാനൊക്കെ ആയിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഹോഞ്ചിനും വളരെയധികം പനിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. സ്കൂളിലെ നേഴ്സാകട്ടെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം, എന്തായാലും എത്രയും വേഗം നീ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്കും ഒരു പാസ്സൊക്കെ കൊടുക്കുന്നു. പക്ഷെ അവളും അതൊന്നും തന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അവൾ പറയുന്നത് വീട്ടിലേക്കാളും സുരക്ഷിതമായിട്ട് താനുള്ളത് ഇവിടെയാണെന്നൊക്കെയാണ്. എന്തായാലും ആ ഒരു ബെഡിലൊക്കെ കിടന്ന് ഉറങ്ങുവാനായിട്ടാണ് അവളും നോക്കുന്നത്. അവളുടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ബെഡിലും ഒരാൾ കിടക്കുകയൊക്കെയാണ്. അയാളോട് എന്തുകൊണ്ടാണ് നീ ഇതുവരെയായിട്ടും പോകാത്തത്, എന്തായാലും ഇവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സും പോകുന്നു. പിന്നീട് പനിയൊക്കെ കൂടുന്ന സമയത്തും കുറച്ച് വെള്ളമൊക്കെ അവൾ ചോദിക്കുകയാണ്. നേഴ്സ് ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ അത് ചോദിക്കുന്നതെങ്കിൽ പോലും അത് നേഴ്സ് ആയിരുന്നില്ല, മറിച്ച് മറ്റൊരു കുട്ടിയായിരുന്നു. അതാരാണെന്ന് കാണിക്കുന്നില്ല, എങ്കിലും ഹോയിങ് ആകുവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഇപ്പോഴും അവൾ കണ്ണു തുറക്കുന്ന സമയത്ത് അവളുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് ഹോയിങ് തന്നെയാണ്. എന്നെ വണ്ടിയൊന്നും ഇടിച്ചതായിരുന്നില്ല, മറിച്ച് ഞാനൊന്ന് ബോധം കെട്ട് വീണതായിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിലെ ആൾക്കാർ നിന്നെയാണല്ലോ വിളിച്ചത്. അതൊക്കെ പോട്ടെ, നീയും വെറുതെ സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ, അതുകൊണ്ട് തന്നെ നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോഞ്ചു ഇരിക്കുമ്പോഴത്തേക്കും വെറുതെ ആണെന്നാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹോഞ്ചുവിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് അവനും അവന്റെ നെഞ്ചിന്റെ മുകളിലായിട്ടൊക്കെ വെക്കുന്നു. ഇപ്പോഴും ഇതൊക്കെ വെറുതെ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്ന ആ ഒരു സീനോട് കൂടി അവിടം കട്ടായതിനു ശേഷം വീണ്ടും പണ്ടത്തെ മറ്റൊരു സംഭവം കൂടി കാണിക്കുകയാണ്. പണ്ട് അവർ നടന്നു പോകുന്ന സമയത്ത് അവനൊരു കുഴിയിലൊക്കെ വീണപ്പോഴത്തേക്കും അവൻ വീണിരിക്കുന്നതൊക്കെ കണ്ട് അവളും ഒരുപാട് ചിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്നാണോ എല്ലാം നഷ്ടപ്പെട്ടത് അന്നായിരുന്നു എല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് അവൻ പറയുന്ന ആ ഒരു ലൈനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.